ഹായ് മക്കളെ, ക്രിസ്മസ് എക്സാം ഒക്കെ എൻ്റെ കുട്ടികൾക്ക് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, മിസ്സേ ക്രിസ്മസ് എക്സാമിന് കെമിസ്ട്രിയിൽ നിന്നും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വരിക എന്നുള്ളത് അല്ലേ. ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു തമ്പ് കണ്ടിട്ടുണ്ടാവും, ക്രിസ്മസ് പരീക്ഷയ്ക്ക് കെമിസ്ട്രി ടഫ് ആകും എന്നുള്ളത് അല്ലേ. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പം നിങ്ങൾക്കറിയാം, നമുക്ക് പുതിയൊരു ടെക്സ്റ്റ് ബുക്കാണ് കയ്യിൽ കിട്ടിയിട്ടുള്ളത് അല്ലേ. ഈ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതുവരെ നമ്മൾ പഠിച്ചതിൽ നിന്നൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പുതിയ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മക്കളെ, ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാൻ പോകുന്നത് ഒന്ന് നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് അഥവാ രാസബന്ധനം എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഓണപ്പരീക്ഷയ്ക്ക് പോളാർ കോമ്പൗണ്ട്സ് വരെയുള്ള ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിന് ശേഷമുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പോലും എല്ലാ തവണയും ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇങ്ങനെ തരുന്ന പകുതി ചാപ്റ്റർ ആണെങ്കിൽ പോലും നമുക്ക് കംപ്ലീറ്റ് ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ് ആയി. അതിനുശേഷം വരുന്നത് റിഡോക്സ് റിയാക്ഷൻസ് ആണ്. അപ്പോൾ പലർക്കും റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ടഫായിട്ടുള്ളൊരു ചാപ്റ്റർ ആണ് അല്ലേ. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനും ഓക്സിഡേഷൻ റിഡക്ഷൻ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ ചോദിക്കുന്നത് പല മക്കൾക്കും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കൂടിയാണ്. ഇനി അടുത്ത വരുന്നതാണ് പുതിയ ഒരു ടോപ്പിക്കാണ് കെമിക്കൽ കൈനറ്റിക്സ് അഥവാ രാസഗതികം. ആക്ച്വലി നിങ്ങൾക്കറിയോ, നിങ്ങളെ +2 ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് ഈ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ആ കെമിക്കൽ കൈനറ്റിക്സിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളിവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇനി അതിനുശേഷം നമ്മുടെ ചാപ്റ്ററാണ് സൊല്യൂഷൻസ്. പക്ഷേ കുറച്ചൊന്ന് റിലാക്സിങ് ആണ് എൻ്റെ കുട്ടികൾക്ക്. കാരണം 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ സൊല്യൂഷൻസിലുണ്ട്. അപ്പോൾ മക്കളെ, എവിടെയാണ് പ്രശ്നം വരാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, പുതിയ ടെക്സ്റ്റ് ബുക്കാണ് അല്ലേ, പുതിയ സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും, ഏത് രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉത്തരം എഴുതണം, ഇതിനൊന്നും ഒരു റെഫറൻസ് എൻ്റെ കുട്ടികളുടെ കയ്യിലില്ല. ഇതാണ് നിങ്ങളെ എല്ലാവരെയും കുഴപ്പിക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത്. കാരണം ഇതുവരെ നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ്, ഒരു ചാപ്റ്റർ പഠിക്കും, നമ്മൾ യൂട്യൂബിലേക്ക് വരും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസൊക്കെ കാണും, ഓക്കെ ചാപ്റ്റർ സെറ്റായല്ലേ. പക്ഷേ ഇത്തവണ പരീക്ഷ എഴുതുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അങ്ങനെ റെഫർ ചെയ്യാനായിട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടില്ല. അപ്പം നമുക്ക് എന്താണ് ഇതിനു വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കുക? നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാ പരീക്ഷ എത്തുമ്പോഴും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി സ്റ്റഡി പ്ലാനും അതേപോലെ തന്നെ സ്ട്രാറ്റജീസും ഒക്കെ പറഞ്ഞു തരാറുണ്ട്. അതേപോലെ തന്നെ ഇത്തവണയും ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ സ്ട്രാറ്റജീസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതൊന്ന് ഫോളോ ചെയ്ത് പഠിക്കുക. ഇനി കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റിലായിട്ട് ലെറ്റ് us assess, വിലയിരുത്താം എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട് അല്ലേ. ഈ സെഷൻസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ എൻ്റെ കുട്ടികൾക്ക് മനസ്സിലാവും, ടെക്സ്റ്റ് ബുക്കിലെ തിയറിയുടെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അല്ലേ. അത്ര ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് അല്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പലതവണ ചെയ്ത് പഠിക്കുക. ഈ ഓരോ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ തന്നെയും നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ കുട്ടികളെല്ലാവരും ഈ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്, നമ്മുടെ ലൈവിലേക്ക് കൃത്യമായിട്ട് വരുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അപ്പം നമ്മൾ സൈലന്റ് തരുന്ന ഒരു സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജിയും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എത്ര ടഫായാലും ക്രിസ്മസ് പരീക്ഷയ്ക്ക് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ നേടാൻ സാധിക്കും. അപ്പം നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒന്നിച്ചാണ് ക്രിസ്മസ് പരീക്ഷയെ നേരിടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.